28/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ സർവ സംബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെ സാക്രീനാണ്. ഒരു മധുരമായ പ്രിയതമനെ ഓർമ്മിക്കൂ. അപ്പോൾ ബുദ്ധി എല്ലാ ഭാഗത്തു നിന്നും അകന്നു മാറും. ചോദ്യം: കർമാതീതം ആകുന്നതിൻ്റെ സഹജ പുരുഷാർത്ഥവും യുക്തിയും എന്താണ്? ഉത്തരം: സഹോദര ദൃഷ്ടി ഉറപ്പിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. ബുദ്ധി കൊണ്ട് ഒരു ബാബയല്ലാതെ മറ്റെല്ലാം മറക്കണം. ഏതെങ്കിലും ദേഹധാരി സംബന്ധം ഓർമ്മ വരരുത്. അപ്പോൾ കർമാതീതം ആകും. ആത്മീയ സഹോദരന്മാരായി സ്വയം മനസ്സിലാക്കണം. ഇതുതന്നെയാണ് പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യം. സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ദേഹത്തിൻ്റെ ദൃഷ്ടിയും വികാരി ചിന്തകളും ഇല്ലാതാകും. ഓം ശാന്തി. ഡബിൾ ഓം ശാന്തി. എങ്ങനെയാണ് ഡബിൾ ആകുന്നത് എന്നത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെയാണുള്ളത്. ബാബയും കുട്ടികൾക്ക് തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ആദ്യം ബാബയുടെ നിശ്ചയം ആവശ്യമാണ്. കാരണം ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. പൊതുവെ ലൗകിക രീതിയിൽ വേറെ വേറെയായിരിക്കും. കൗമാരത്തിൽ ടീച്ചറിനെ സ്വീകരിക്കുന്നു, ഗുരുവിനെ 60 വർഷത്തിനു ശേഷം സ്വീകരിക്കുന്നു. ഈ ഒന്ന് എപ്പോഴാണോ വരുന്നത് അപ്പോൾ മൂന്നിൻ്റെയും സർവീസ് ഒരുമിച്ച് ചെയ്യുന്നു. ചെറിയവരും മുതിർന്നവർക്കും എല്ലാം പഠിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. കുട്ടികളുടെ ബ്രെയിൻ നല്ല ഫ്രഷ് ആകുന്നു. കുട്ടികൾ ഇത് മനസ്സിലാക്കി ചെറിയവരും മുതിർന്നവരുമെല്ലാം തീർച്ചയായും ജീവാത്മാവാണ്. ആത്മാവ് ജീവിൽ, അതായത് ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആത്മാവും ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ കുട്ടികളായ നിങ്ങൾക്ക് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ജ്ഞാനം നൽകപ്പെടുന്നു. ആത്മാവ് അവിനാശിയാണ്. പിന്നെ ശരീരം ഇവിടെ ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ജനിക്കുന്നത്. അവിടെ ഭ്രഷ്ടാചാരത്തിൻ്റെ നാമമേ ഉണ്ടായിരിക്കുന്നില്ല. സമ്പൂർണ്ണ നിർവികാരി ലോകം എന്ന് പാടപ്പെടുന്നു. ശ്രേഷ്ഠാചാരി, ഭ്രഷ്ടാചാരി എന്ന വാക്കുണ്ടല്ലോ. ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. കുട്ടികൾക്ക് കേവലം ഈ ഉറച്ച നിശ്ചയമുണ്ടാകണം. നമ്മൾ ആത്മാക്കളുടെ പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാബ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. കനിഷ്ഠത്തിൽ നിന്നും പുരുഷോത്തമമാക്കുന്നു എന്നത് ഇതിലൂടെ സിദ്ധമാകുന്നു. ഈ ലോകം തന്നെ കനിഷ്ഠവും തമോ പ്രധാനവുമാണ്. ഇതിനെ രൗരവ നരകം എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബ കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. നമ്മൾ സഹോദരന്മാരാണ്. ഈ ഉറച്ച നിശ്ചയം വരുത്തൂ. ഈ ദേഹം അവശേഷിക്കുകയില്ല. പിന്നെ വികാരത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതാകും. ഇത് വലിയ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിൽ വളരെ കുറച്ചു പേർക്കാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. പ്രയത്നമുണ്ട്. അവസാനം ഒരു വസ്തുവും ഓർമ്മ വരരുത്. ഇതിനെ കർമാതീത അവസ്ഥ എന്ന് പറയുന്നു. ഈ ദേഹവും വിനാശിയാണ്. ഇതിനോടും മമത്വം മാറണം. പഴയ സംബന്ധങ്ങളിൽ മമത്വം വയ്ക്കരുത്. ഇപ്പോഴാണെങ്കിൽ പുതിയ സംബന്ധത്തിലേക്ക് പോകേണ്ടതുണ്ട്. സ്ത്രീയും പുരുഷനും എന്ന പഴയ ആസുരീയ സംബന്ധം എത്ര മോശമായതാണ്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. പരസ്പരം ആത്മാക്കളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമെങ്കിൽ പിന്നെ ശരീരത്തിൻ്റെ ബോധം അവശേഷിക്കില്ല. സ്ത്രീ പുരുഷന്മാരുടെ ആകർഷണം മാറിപ്പോകും. അന്തിമകാലത്തിൽ ആരാണോ സ്ത്രീയെ സ്മരിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തനത്തിൽ ആരാണോ മരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനാൽ പറയുന്നു, അന്തിമകാലത്തിൽ ഗംഗാജലം വായിലുണ്ടായിരിക്കട്ടെ, ശ്രീകൃഷ്ണൻ്റെ ഓർമ്മയുണ്ടായിരിക്കട്ടെ എന്നെല്ലാം. ഭക്തിമാർഗത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഓർമ്മയുണ്ടായിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ ബാബു പറയുന്നു, ദേഹത്തെയും ഓർമ്മിക്കരുത്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. മറ്റെല്ലാ ഭാഗത്തു നിന്നും മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കൂ.
എല്ലാ സംബന്ധങ്ങളുടെയും സ്നേഹം ഒന്നിൽ സാക്രീൻ പോലെ ആകുന്നു. സർവർക്കും മധുരതരവും പിന്നെ സർവരുടെയും പ്രിയതമനുമാണ്. പ്രിയതമൻ ഒന്ന് തന്നെയാണ്. എന്നാൽ ഭക്തിമാർഗത്തിൽ എത്ര നാമങ്ങൾ വച്ചിരിക്കുന്നു! ഭക്തിക്ക് വിസ്താരം വളരെയധികമുണ്ട്. യജ്ഞം, തപം, ദാനം, തീർത്ഥാടനം, വ്രതമെടുക്കുക, ശാസ്ത്രങ്ങൾ പഠിക്കുക, ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. ജ്ഞാനത്തിൻ്റെ സാമഗ്രി ഒന്നും തന്നെയില്ല. ഇതും നിങ്ങൾ നോട്ട് ചെയ്യുന്നു മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി. പിന്നെ നിങ്ങളുടെ പേപ്പറോ മറ്റോ ഒന്നും അവശേഷിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ ശാന്തിധാമത്തിൽ നിന്നും വന്നിരുന്നു. ശാന്തം തന്നെയായിരുന്നു. ശാന്തിയുടെ സാഗരത്തിൽ നിന്നും നിങ്ങൾ ശാന്തിയുടെയും പവിത്രതയുടെയും സമ്പത്ത് നേടുന്നു. ഇപ്പോൾ നിങ്ങൾ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ജ്ഞാനവും എടുത്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാറ്റസ്, അതായത് പദവി, മുന്നിൽ നിൽക്കുകയാണ്. ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഇത് ആത്മീയ ജ്ഞാനമാണ്. ആത്മീയ പിതാവ് ഒരേ ഒരു തവണ വരുന്നു ആത്മീയ ജ്ഞാനം നൽകുന്നതിനായി. ആ ഒന്നിനെ പതിത പാവനൻ എന്ന് പറയുകയും ചെയ്യുന്നു. രാവിലെ കുട്ടികളെ ഇരുന്ന് ഡ്രിൽ ചെയ്യിക്കുന്നു. വാസ്തവത്തിൽ ഇതിനെ ഡ്രിൽ എന്നും പറയാൻ പാടില്ല. ബാബ കേവലം പറയുന്നു, കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. എത്ര സഹജമാണ്! നിങ്ങൾ ആത്മാവാണല്ലോ. എവിടെ നിന്നും വന്നിരിക്കുന്നു? പരംധാമത്തിൽ നിന്നും. ഇങ്ങനെ മറ്റാരും ചോദിക്കില്ല. പാരലൗകിക പിതാവ് തന്നെയാണ് കുട്ടികളോട് ചോദിക്കുന്നത്, കുട്ടികളെ, പരംധാമത്തിൽ നിന്നും വന്നിരിക്കുകയാണല്ലോ ഈ ശരീരത്തിൽ പാർട്ട് അഭിനയിക്കുന്നതിനായി. പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ നാടകം പൂർത്തിയായി. ആത്മാവ് പതീതമായി, അപ്പോൾ ശരീരവും പതീതമായിരിക്കുന്നു. സ്വർണത്തിൽ തന്നെയാണ് അലോയ് ചേരുന്നത്, പിന്നെ അതിനെ ഉരുക്കുന്നു. ആ സന്യാസിമാർ ഇങ്ങനെയുള്ള അർത്ഥം ഒരിക്കലും മനസ്സിലാക്കിക്കുകയില്ല. അവരാണെങ്കിൽ ഈശ്വരനെ അറിയുന്നതേയില്ല. ബാബയോട് യോഗം വയ്ക്കൂ എന്നത് അംഗീകരിക്കുന്നതേയില്ല. ബാബ എന്ത് പഠിപ്പിക്കുന്നുവോ അത് മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇതിൽ പ്രാക്ടിക്കലിൽ പ്രയത്നിക്കേണ്ടതുണ്ട്. ബാബയാണെങ്കിൽ എത്ര സഹജമാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. പതീത പാവനാണ്, സർവശക്തിവാനാണ് എന്ന് പാടുന്നുമുണ്ട്. ആ ഒന്നിനെ തന്നെയാണ് ശ്രീ ശ്രീ എന്ന് പറയുന്നത്. ശ്രീ എന്ന് പറയുന്നത് ദേവതമാരെയാണ്. അവർക്ക് ശോഭിക്കുന്നു. അവരുടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമാണ്. ആത്മാവ് നിർലേപമാണ് എന്ന് പറയാൻ സാധിക്കില്ല. ആത്മാവ് തന്നെയാണ് 84 ജന്മം എടുക്കുന്നത്. എന്നാൽ മനുഷ്യർ അറിയാത്തത് കാരണം അൺറൈറ്റിയസ്, ഭ്രഷ്ടാചാരി ആയിരിക്കുകയാണ്. ഒരു ബാബ തന്നെയാണ് വന്ന് റൈറ്റിയസ്, ശ്രേഷ്ഠാചാരി ആക്കുന്നത്. രാവണൻ അൺറൈറ്റിയസ് ആക്കുന്നു. ചിത്രം നിങ്ങളുടെ അടുക്കലുണ്ട്. പിന്നെ ഇങ്ങനെ 10 തലയുള്ള രാവണനൊന്നുമില്ല. സത്യയുഗത്തിൽ രാവണനേ ഇല്ല. ഇത് ക്ലിയറാണ്. എന്നാൽ കേൾക്കുന്നവർ ആരായിരിക്കുമോ അവർ ഇവിടുത്തെ സാപ്ലിംഗ് ആണ് എന്ന് പറയും. ചിലർ കുറച്ച് കേൾക്കും, ചിലർ വളരെയധികവും കേൾക്കും. ഭക്തിമാർഗത്തിൻ്റേത് നോക്കൂ, എത്ര വിസ്താരമാണ്! അനേകം പ്രകാരത്തിലുള്ള ഭക്തരുണ്ട്. പിന്നെ അപഹരിച്ചിരുന്നു എന്നാദ്യമേ തന്നെ കേട്ടു. ശ്രീകൃഷ്ണനെക്കുറിച്ചും അപഹരിച്ചതായി പറയുന്നുവല്ലോ. പിന്നെ ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ എന്തിനു സ്നേഹിക്കുന്നു, എന്തിനു പൂജിക്കുന്നു? ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ശ്രീകൃഷ്ണൻ ഫസ്റ്റ് പ്രിൻസാണ്. കൃഷ്ണൻ എത്ര ബുദ്ധിവാനായിരിക്കും? മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരി കുറഞ്ഞ ബുദ്ധിയുള്ളവൻ ആയിരിക്കുമോ? അവിടെ അവർക്ക് മന്ത്രിയൊന്നും ഉണ്ടായിരിക്കില്ല. നിർദ്ദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിർദ്ദേശങ്ങൾ എടുത്താണ് സമ്പൂർണമായത്. പിന്നെ എന്ത് നിർദ്ദേശം എടുക്കുവാനാണ്? നിങ്ങൾക്ക് പകുതി കൽപ്പം ആരുടെയും നിർദ്ദേശം സ്വീകരിക്കേണ്ടതില്ല. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും പേരും കേട്ടിട്ടുണ്ട്. ഇത് സ്വർഗമായിരിക്കുക സാധ്യമല്ല. ഇവിടെ നമുക്ക് ധനമുണ്ട്, കൊട്ടാരവും മറ്റുമെല്ലാം ഉണ്ട്. ഇത് തന്നെയാണ് സ്വർഗം എന്ന് മനസ്സിലാക്കുന്നവർ കല്ലുബുദ്ധിയാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, സ്വർഗം പുതിയ ലോകമാണ്. സ്വർഗത്തിൽ എല്ലാവരും സദ്ഗതിയിലാണ്. സ്വർഗവും നരകവും ഒരുമിച്ചുണ്ടായിരിക്കുകയില്ല.
സ്വർഗമെന്ന് ഏതിനെയാണ് പറയുന്നത്? അതിൻ്റെ ദൈർഘ്യം എത്രയാണ്? ഇതെല്ലാം ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ലോകം ഒന്നേ ഉള്ളൂ. പുതിയതിനെ സത്യയുഗമെന്നും പഴയതിനെ കലിയുഗം എന്നും പറയുന്നു. ഇപ്പോൾ ഭക്തിമാർഗം ഇല്ലാതാകേണ്ടതുണ്ട്. ഭക്തിക്ക് ശേഷം വേണ്ടത് ജ്ഞാനമാണ്. എല്ലാ ജീവാത്മാക്കളും പാട്ട് അഭിനയിച്ച് പതീതമായിരിക്കുന്നു. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ സുഖം കൂടുതൽ നേടുന്നു. 3/4 ഭാഗം സുഖമാണ്, ബാക്കി 1/4 ഭാഗമാണ് ദുഃഖം. ഇതിലും എപ്പോഴാണോ തമോ പ്രധാനമായി മാറുന്നത് അപ്പോഴാണ് കൂടുതൽ ദുഃഖമുണ്ടാകുന്നത്. പകുതിയാണെങ്കിൽ പിന്നെ രസം എങ്ങനെ ഉണ്ടാകും? സ്വർഗത്തിൽ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ലാതിരിക്കുന്നതിനാലാണ് രസമുള്ളത്. അതിനാലാണ് സ്വർഗത്തെ എല്ലാവരും ഓർമ്മിക്കുന്നത്. പുതിയ ലോകത്തിൻ്റെയും പഴയ ലോകത്തിൻ്റെയും പരിധിയില്ലാത്ത കളിയാണിത്. അതിനെ ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. ബാബ ഭാരതവാസികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാക്കി ആരെല്ലാം ഉണ്ടോ അവർ പകുതി കൽപ്പമാകുമ്പോൾ തന്നെയാണ് വരുന്നത്. പകുതി കൽപ്പം കേവലം നിങ്ങൾ സൂര്യവംശികളും ചന്ദ്രവംശികളുമാണുള്ളത്. നിങ്ങൾ പവിത്രമായി വസിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ആയുസ്സും വലുതായിരിക്കും. ലോകവും പുതിയതാണ്. അവിടെ എവ്രിതിങ് ന്യൂ ആണ്. ധാന്യം, ജലം, ഭൂമി തുടങ്ങി എല്ലാം പുതിയതാണ്. മുന്നോട്ട് പോകവേ കുട്ടികളായ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാകും എന്ന് എല്ലാ സാക്ഷാത്കാരവും നൽകിക്കൊണ്ടിരിക്കും. തുടക്കത്തിലും ഉണ്ടായി, പിന്നെ അവസാനവും ഉണ്ടാകേണ്ടതാണ്. സമീപം വരുമ്പോൾ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യർ വിദേശത്ത് നിന്നും സ്വദേശത്തിലേക്ക് വരുമ്പോൾ സന്തോഷമുണ്ടാകുന്നുവല്ലോ. ആരെങ്കിലും വിദേശത്ത് വെച്ച് എവിടെയെങ്കിലും മരിക്കുകയാണ് എങ്കിൽ അവരെ എയ്റോപ്ലെയിനിലൂടെ പോലും സ്വദേശത്തിലേക്ക് കൊണ്ടുവരുന്നു. ഏറ്റവും ഫസ്റ്റ് ക്ലാസ് പവിത്രത്തിലും പവിത്ര ഭൂമി ഭാരതമാണ്. ഭാരതത്തിൻ്റെ മഹിമ കുട്ടികളായ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നതേയില്ല. വണ്ടർ ഓഫ് ദ വേൾഡ് ആണല്ലോ. അതിൻ്റെ പേരാണ് സ്വർഗം. അവർ ഏതൊരു വണ്ടേഴ്സ് കാണിക്കുന്നോ അതെല്ലാം നരകത്തിൻ്റേതാണ്. നരകത്തിൻ്റെ വണ്ടേഴ്സ് എവിടെ? സ്വർഗത്തിൻ്റേതെവിടെ? രാപകൽ വ്യത്യാസമുണ്ട്. നരകത്തിൻ്റെ വണ്ടേഴ്സും വളരെയധികം മനുഷ്യർ കാണുവാൻ പോകുന്നു. എത്ര അനേകം ക്ഷേത്രങ്ങളുണ്ട്. അവിടെയാണെങ്കിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല, നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കും. മനുഷ്യർ വളരെ കുറച്ചേ ഉള്ളൂ. സുഗന്ധത്തിൻ്റെയും മറ്റും ആവശ്യമേ ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ ഫസ്റ്റ് ക്ലാസ് പൂന്തോട്ടം ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് പുഷ്പങ്ങളുണ്ട്. അവിടുത്തെ വായു പോലും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ചൂടോ മറ്റോ ഒരിക്കലും ശല്യം ചെയ്യുകയില്ല. സദാ വസന്തകാലമായിരിക്കും. അഗർബത്തിയുടെയും ആവശ്യമില്ല. സ്വർഗത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നു. നിങ്ങൾ പറയും, ഇങ്ങനെയുള്ള സ്വർഗത്തിൽ ഉടൻ എത്തിച്ചേരട്ടെ, കാരണം നിങ്ങൾ സ്വർഗത്തെ അറിയുന്നുണ്ട്. എന്നാൽ മനസ്സ് ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത ബാബയോടൊപ്പമാണ്. ബാബ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ചാൻസ് പിന്നീട് ലഭിക്കുകയില്ല. ഇവിടെ മനുഷ്യനെ പഠിപ്പിക്കുന്നു. അവിടെ ദേവതമാരെ പഠിപ്പിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പഠിപ്പിക്കുന്നു. രാപകൽ വ്യത്യാസമുണ്ട്. എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. 84 ജന്മവും നിങ്ങളാണ് എടുത്തത്. നിങ്ങൾ തന്നെയാണ് വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിയുന്നത്. നമ്മൾ അനേകം തവണ ഈ രാജ്യം നേടി പിന്നെ രാവണ രാജ്യത്തിൽ വന്നു. ഇപ്പോൾ ബാബു പറയുന്നു, നിങ്ങൾ ഒരു ജന്മം പവിത്രമാകൂ, എങ്കിൽ 21 ജന്മം നിങ്ങൾ പാവനമായി മാറും. എന്തുകൊണ്ടാകില്ല? എന്നാൽ മായ ഇങ്ങനെയാണ്. സഹോദരന്മാരാണ് എന്ന യുക്തി പോലും സഫലമാകുന്നില്ല. അപക്വമായിരിക്കുന്നു. യുക്തി സഫലമാകുന്നത് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പരസ്പരം സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ദേഹത്തിൻ്റെ ബോധം മാറണം. ഇതാണ് പ്രയത്നം. വളരെയധികം സഹജവുമാണ്. ആരോടെങ്കിലും വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സ് മാറിപ്പോകും. അതിനാൽ ഇതിൻ്റെ പേര് തന്നെ സഹജ ഓർമ്മ എന്നാണ്. ജ്ഞാനവും സഹജമാണ്. 84ൻ്റെ ചക്രത്തെ അറിയണം. ആദ്യം ബാബയുടെ പരിചയം നൽകണം.
ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് ആത്മാവിൻ്റെ തുരുമ്പ് നീങ്ങുന്നത്. പവിത്ര ലോകത്തിൻ്റെ സമ്പത്ത് നേടുകയും ചെയ്യും. ആദ്യം ബാബയെ ഓർമ്മിക്കൂ. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം എന്ന് തന്നെയാണ് പറയുന്നത്. അതിലൂടെ ഭാരതത്തിന് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. പ്രാചീനം എന്നാൽ എത്ര വർഷമായി? അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, 5000 വർഷത്തിൻ്റെ കാര്യമാണ്. അതേ രാജയോഗം വീണ്ടും ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട ആവശ്യമേയില്ല. നിങ്ങൾ ആത്മാക്കളുടെ നിവാസസ്ഥാനം എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, നമ്മുടെ നിവാസസ്ഥാനം ഭൃഗുടിയാണ്. അപ്പോൾ ആത്മാവിനെ തന്നെ നോക്കേണ്ടി വരും. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു. പിന്നെ അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. മുക്തിയും ജീവൻ മുക്തിയും നേടിക്കഴിഞ്ഞു, സമാപ്തമായി. മുക്തി നേടുന്നവരും അവരുടേതായ സമയത്ത് ജീവൻ മുക്തിയിൽ വന്ന് സുഖം നേടും. എല്ലാവരും ജീവൻ മുക്തിയിൽ വരുന്നു വയാ മുക്തി. ഇവിടെ നിന്നും ശാന്തിധാമത്തിലേക്ക് പോകും. മറ്റേതെങ്കിലും ലോകമൊന്നുമില്ല. ഡ്രാമയനുസരിച്ച് എല്ലാവർക്കും തിരികെ പോവുക തന്നെ വേണം. വിനാശത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും ചെലവ് ചെയ്ത് ബോംബ്സ് ഉണ്ടാക്കുന്നു. അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. വെടിക്കോപ്പുകൾ തന്നെ വിനാശത്തിന് വേണ്ടിയാണ്. സത്യത്രേതായുഗങ്ങളിൽ ഈ വസ്തുക്കൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ 84 ജന്മം പൂർത്തിയായി. നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകും. ദീപാവലിക്ക് എല്ലാവരും പുതിയ പുതിയ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുമല്ലോ. ആത്മാക്കളായ നിങ്ങളും പുതിയതാകുന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ആത്മാവ് പവിത്രമാകുന്നതിലൂടെ ശരീരവും ഫസ്റ്റ് ക്ലാസ് ലഭിക്കും. ഈ സമയം ആർട്ടിഫിഷ്യൽ ഫാഷൻ കാണിക്കുന്നു. പൗഡറും മറ്റും പൂശി സുന്ദരമായി മാറുന്നു. അവിടെയാണെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കും. ആത്മാവ് എവർ ബ്യൂട്ടിഫുൾ ആകുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സ്കൂളിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങളും പുരുഷാർത്ഥം ചെയ്യുന്നു, നമ്മളിങ്ങനെ ലക്ഷ്മി നാരായണൻ ആകുവാൻ. ഇത് നിങ്ങളുടെ ഈശ്വരീയ കുലമാണ്. പിന്നെ ഉണ്ടാകുന്നത് സൂര്യവംശി ചന്ദ്രവംശി കുലമാണ്. ബ്രാഹ്മണരായ നിങ്ങളുടെ കാര്യത്തിൽ രാജ്യമില്ല. നിങ്ങളിപ്പോൾ സംഗമത്തിലാണ്. കലിയുഗത്തിൽ ഇപ്പോൾ രാജപദമില്ല. ഏതെങ്കിലും രാജപദം അവശേഷിക്കുന്നുമുണ്ട്? നിൽ, അതായത് ശൂന്യം ഒരിക്കലും ആകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇതാകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്, അത് പിതാവാണ് എന്നത് കാണും. ബാബ പറയുന്നു, പരസ്പരം സഹോദരന്മാരായി നോക്കൂ. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആത്മാക്കൾ എവിടെ നിവസിക്കുന്നു? സഹോദരാത്മാവ് ചോദിക്കുന്നു, ആത്മാവ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോൾ ഇവിടെ ഭൃഗുടിയിൽ എന്ന് പറയുന്നു. ഇത് കോമൺ കാര്യമാണ്. ഒരു പിതാവല്ലാതെ മറ്റൊന്നും ഓർമ്മ വരരുത്. അവസാനം ശരീരവും ഇങ്ങനെ പിതാവിൻ്റെ ഓർമ്മയിൽ വെടിയണം. ഈ പ്രാക്ടീസ് ഉറപ്പിക്കണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യയുഗത്തിൽ ഫസ്റ്റ് ക്ലാസ് സുന്ദരമായ ശരീരം പ്രാപ്തമാക്കുന്നതിനായി ഇപ്പോൾ ആത്മാവിനെ പാവനമാക്കണം. തുരുമ്പ് നീക്കം ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഫാഷൻ പാടില്ല. എവർ പവിത്രം ആകുന്നതിനായി പ്രാക്ടീസ് ചെയ്യണം. ഒരു ബാബയല്ലാതെ മറ്റൊന്നും ഓർമ്മ വരരുത്. ഈ ദേഹം പോലും മറന്നിരിക്കണം. സഹോദര ദൃഷ്ടി നാച്ചുറലും ഉറച്ചതുമാകണം. വരദാനം: ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സഹയോഗത്തിലൂടെ ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തുന്ന സഫലതാ സമ്പന്നമായി ഭവിക്കട്ടെ. ഏതെങ്കിലും കാര്യത്തിൽ സർവ ബ്രാഹ്മണ കുട്ടികളും സംഘടിത രൂപത്തിൽ തൻ്റെ മനസ്സിൻ്റെ ശുഭഭാവനകളുടെയും ശുഭകാമനകളുടെയും സഹയോഗം എപ്പോഴാണോ നൽകുന്നത്, അപ്പോൾ ഈ സഹയോഗത്തിലൂടെ വായുമണ്ഡലത്തിൻ്റെ കോട്ട നിർമ്മിക്കപ്പെടുന്നു. അത് ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തുന്നു.
ഇതുപോലെ 5 വിരലുകളുടെ സഹയോഗത്തിലൂടെ എത്ര വലിയ കാര്യവും സഹജമായി മാറുന്നു. അതേപോലെ ഓരോ ബ്രാഹ്മണ കുട്ടിയുടെയും സഹയോഗം സേവനങ്ങളിൽ സഫലതാസമ്പന്നമാക്കി മാറ്റുന്നു. സഹയോഗത്തിൻ്റെ റിസൾട്ട് സഫലതയാണ്. സ്ലോഗൻ: ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ ധനവാൻ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു.
ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ഭക്ത ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.